ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമ്മുടെ വോട്ട് ചെയ്യേണ്ട ഡേ ആണ്. അപ്പോൾ ഇന്ന് ഇലക്ഷനാണ്. രാവിലെ പ്രശാന്തേട്ടൻ പോയിട്ടുണ്ട്. ഇനി അവിടെ തിരക്ക് കുറയുമ്പോൾ എന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഡൽഹി ട്രിപ്പിൻ്റെ ടീം വരുന്നുണ്ട്. ടീം എന്ന് പറയാൻ അത്ര ഇല്ല, ഞങ്ങൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഡൽഹി ട്രിപ്പിൽ രമ്യ ചേച്ചി, ഞാൻ, ശ്രേയ, അജിത ചേച്ചി, ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് ഡൽഹി പോയത്. അപ്പം ഇന്നാണ് അവർക്ക് എല്ലാവർക്കും ഒഴിവുള്ളൊരു ദിവസം. അപ്പോൾ അവർ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് തൊട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ എനിക്ക് മൊത്തം ഒതുക്കലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ ഇന്നലെ പോട്ടയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മൊത്തം ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. എൻ്റെ ഹാള് ഫുൾ ക്ലീൻ ചെയ്തു. നമ്മുടെ ഡൈനിങ് ക്ലീൻ ചെയ്തു. നമ്മുടെ കിച്ചൺ ഫുൾ ക്ലീൻ ചെയ്തു. ഇനി വോട്ട് ചെയ്യാനായിട്ട് പോയിട്ട് വരണം. കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്താ, ഒരു പാക്കിംഗ് ഉണ്ട് ഇന്ന്. എനിക്കൊരു ഓർണമെൻറ്റ്സിൻ്റെ അയക്കാനുണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലൊന്ന് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ ഞാൻ ഒന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടാ. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ഓർഡർ ഉണ്ടെന്ന്. മിക്ക ദിവസവും 1-2 ഓർഡർ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇലക്ഷനാണ്. അപ്പോൾ അതിന് പോകുന്ന വഴിക്ക് നമുക്കിത് അയക്കണം. ഇതാണ് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇത്. ഞാനൊരു മൈക്ക് എടുത്ത് വെക്കട്ടെ കേട്ടോ, നമുക്ക് സൗണ്ട് ക്ലിയർ ആവില്ല. അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം. എൻ്റെ ബാക്കിൽ കുറച്ച് തുണിമണികൾ ഇരിക്കുന്നുണ്ട്. ഇതെനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാരികളും സംഭവങ്ങളും ഒക്കെ ഞാൻ സെറ്റാക്കിയിട്ട് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ഇവിടെ വെച്ചേക്കുന്നതാണ്. വലിച്ചു വാരിയിട്ടെന്തല്ല, മടക്കി സെറ്റപ്പാക്കി വെച്ചേക്കുന്നതാണ് എടുക്കാൻ എളുപ്പത്തിന്. അത് ഷൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചിലത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട്. ഇതാണ് നമ്മുടെ ബോക്സ്. ഇത് ഇങ്ങനെയാണ് വരിക. നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് കുറെ എണ്ണമായിട്ടാണ് വരിക. അത് നമ്മൾ മടക്കി സെറ്റാക്കി എടുക്കണം. ഇതുപോലെ ഓരോ സ്ഥലത്തും മടക്കാനുണ്ടാവും. അവിടെയൊക്കെ മടക്കിയിട്ട് നമ്മളൊരു പെട്ടിയുടെ രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ബോക്സ് റെഡിയാണ്. ഇങ്ങനെയാണ് കേട്ടോ ബോക്സ് വരെ. ഇത് ഇങ്ങോട്ട് മടക്കും, ഇതിങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കും. ഇങ്ങനെ ഇതാണ് ബോക്സ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെക്കാം. ഈ മാലയ്ക്കാണ് ഇന്ന് ഓർഡർ വന്നിരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് ഓർഡറിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. മാല ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. ഇനി നമുക്ക് ഇത് ഒട്ടിക്കാം. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബോക്സിലാക്കി ഇനി ഇത് ഒട്ടിച്ച് നമ്മുടെ കൊറിയർ കവറിലാക്കി അവർ അഡ്രസ്സ് എഴുതി കൊടുത്താൽ സംഭവം റെഡി. പിന്നെ ഈ ഒട്ടിക്കണ നമ്മുടെ താങ്ക് യു എന്ന് എഴുതിയ സ്റ്റിക്കേഴ്സ് ഇല്ലേ, അതുണ്ട് കുറച്ച്. ഞാൻ അത് ഒട്ടിക്കാറുണ്ട്. പിന്നെ ഭയങ്കര ആർഭാടമായിട്ടുള്ള പാക്കിംഗ് ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. സാധാരണ ഒരു കൊറിയർ പാക്കിങ് മാത്രമേ ഉള്ളൂ. കുറേ അണ്ടകുണ്ട സാധനങ്ങൾ നിറച്ച് ഓവറാക്കി ചളാക്കണില്ല. ഇനി കുറെ കടമ്പകൾ കടക്കാനുണ്ട്. ഇനി ഞാൻ ഇതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു കവറിലാണ് പാക്ക് ചെയ്യുന്നത്. സാധാരണ കൊറിയർ കവറാണ് കേട്ടോ. കൊറിയർ കവറാണ്. ബൾക്കായിട്ട് ഞാൻ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ആൾക്കാരിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് ഏതെങ്കിലും സൈസ് ഡിഫറൻസ് ഉള്ള ബോക്സിന് കുറച്ചൊക്കെ ആവശ്യം വരുന്നുള്ളൂ എന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടത്തെ ഈ സ്റ്റിക്കർ കീറി കഴിഞ്ഞാൽ ഇത് മടക്കി ഇവിടേക്ക് ഒട്ടിക്കുക കേട്ടോ. അപ്പൊ അഡ്രസ്സ് ഞാൻ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇതിന്റെ ഈ ഗ്യാപ്പിലേക്ക് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അവിടെയും ഒരു സ്റ്റിക്കർ ഉണ്ട്. അത് ഊരിയിട്ട് നമുക്ക് അത് അടയ്ക്കാം. അപ്പോൾ അഡ്രസ്സ് എഴുതി സെറ്റാക്കി. ഞാൻ വാങ്ങിച്ച കവർ ഒരു ഇത്തിരി വലിപ്പം കൂടുതലുണ്ട്. അപ്പൊ ഞാൻ ഈ സൈഡ് ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കൂട്ടാ. ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ടാപ്പിന്റെ അറ്റം കണ്ടുപിടിക്കില്ല. കിട്ടി. അപ്പൊ നമുക്ക് ഒരു സൈഡ് വലിപ്പം കൂടുതലുണ്ട്. അതൊന്ന് സെറ്റപ്പ് ആക്കാം. അയ്യോ, ടേപ്പ് പണിയുണ്ട്. ടേപ്പ് വട്ടത്തിൽ അങ്ങോട്ട് ചുറ്റി പിടിച്ചു. ഓക്കെ, സെറ്റ്. വാഴ സിനിമ ഉണ്ടോ എല്ലാവരും? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ.
ഇനിയിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. മായല്ലേ പൊന്നേ നമുക്കു നാം തന്നെയല്ലേ ഞാനിതുപോലെയാണ് പാക്ക് ചെയ്യാറുള്ളത്. എൻ്റെ കവറ് കുറച്ച് നമ്മുടെ ബോക്സിനേക്കാൾ ഒരു പൊടിക്ക് വലിപ്പം കൂടുതലുള്ളതാണ്. അപ്പം ഞാനത് ഒരു സൈഡ് പിടിച്ച് അങ്ങനെ ടൈറ്റാക്കി കൊടുക്കും. കണ്ടോ, ഇപ്പം ടൈറ്റായില്ലേ. ഇനി ഇത് ഈ മോൾ ഭാഗം നമുക്ക് ഒട്ടിക്കാം. മോൾ ഭാഗത്ത് ഈ സംഭവം തുറന്നിട്ട് മടക്കി കൊടുത്ത് ഒട്ടിക്കണം. ഇനി ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ട് സൈഡ് ഇങ്ങനെ വലിച്ചു ഒട്ടിക്കും. നമുക്കു നാം തന്നെയല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ മോൾ ഭാഗം ഇങ്ങനെ മടക്കി ഒട്ടിക്കും. ഓ, ടേപ്പിൻ്റെ അറ്റം പോയിന്നുണ്ട്, കിട്ടിപ്പോയി. ഓട്ട് ചെയ്യാൻ പോണം. തിരക്ക് കുറയുമ്പോൾ വിളിക്കാന്നാണ് പ്രശാന്തേട്ടൻ്റെ അറിയിപ്പ്. ടൂ വീലർ കൊണ്ട് ചേട്ടൻ പോയേ. അപ്പം ഇനിയിപ്പോൾ ചേട്ടൻ വന്ന് കൊണ്ടുപോകാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ വോട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. എനിക്കൊരു പാർട്ടിയോടും വലിയ താല്പര്യമില്ല. എല്ലാ പാർട്ടിയിലും നല്ല ആൾക്കാരും പൊട്ട ആൾക്കാരും ഉണ്ടെന്നാണ് എൻ്റെ ഒരു, എനിക്ക് പാർട്ടീനെ കുറിച്ച് വലിയ അറിവില്ല, എന്നാലും എൻ്റെ അറിവിൽ എനിക്കറിയാവുന്നത് എല്ലാ പാർട്ടിയിലും നല്ലതും പൊട്ടയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു വോട്ടും ചെയ്യണമെന്ന് താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഇവിടെ കൂടുതലും നന്മ ചെയ്യുന്ന ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ വോട്ടിങ്ങും പാർട്ടിയൊക്കെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. അതിലിപ്പോൾ ആർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഇല്ല എന്നാണ്. എൻ്റെ അവകാശമാണ്. ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ അവകാശമാണ്. വോട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളതും എൻ്റെ ഇഷ്ടമാണ്, അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെയാണ്. അതിലൊന്നും ആരുടെ ഇതും ഇങ്ങനെ അതിന് തന്നെ വോട്ട് ചെയ്യണം, ഇതിന് തന്നെ വോട്ട് ചെയ്യണം എന്നൊന്നും പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേയാന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പാർട്ടിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഇവിടെ ദേശാഭിമാനി പത്രമാണ് വരുത്തുന്നത്. അത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ല. സാധാരണ നമ്മുടെ പഴയ തറവാട്ടിൽ എല്ലാ പേപ്പറും ഇടുന്നുണ്ടായിരുന്നു. എന്താ ചേട്ടൻ പേപ്പറിന്റെ ഏജന്റാണ്, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങോട്ട് മാറിയപ്പോൾ അവിടെ ഇടുന്ന പേപ്പറുകളിൽ ഒരെണ്ണം ഇവിടെ ഇട്ടോളാൻ പറഞ്ഞപ്പോൾ ദേശാഭിമാനി ഇവിടെ ഇടണു, അത്രയ്ക്കേ ഉള്ളൂ. എൻ്റെ ഒരു ഷോർട്സിൽ ദേശാഭിമാനി പത്രം കണ്ടു എന്നും പറഞ്ഞിട്ട് ഒരാൾ ഇന്ന് കമന്റ് ഇട്ടേക്കാണ് രാവിലെ, അയ്യേ ദേശാഭിമാനി പത്രമാണോ വായിക്കണേ, ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ പോവാന്ന്. ഞാൻ പറഞ്ഞ അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ്, നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്തോളൂ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. എനിക്ക് ഒരു പാർട്ടി ഇല്ല. എൻ്റെ ഭർത്താവിനും ചിലപ്പോൾ നാട്ടുകാർക്കും അപ്പുറത്തെ ആൾക്കാർക്കും ഇപ്പുറത്തെ ആൾക്കാർക്കൊക്കെ ഒരു പാർട്ടി ഉണ്ടായിരിക്കാം. എനിക്ക് ഒറ്റ പാർട്ടിയും ഇല്ല. നല്ലത് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ഓരോ വർഷവും വോട്ട് ചെയ്യണം. അത് എല്ലാ വർഷവും ഒരു പാർട്ടിക്ക് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ദേശാഭിമാനി പത്രം വായിക്കുന്നത് എൻ്റെ വീട്ടിൽ വന്ന പത്രം അതായതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നു. അത് പ്രശാന്തേട്ടൻ ഇടിയിപ്പിക്കണ പത്രമാണ്. ഞാൻ അങ്ങനെ ഡെയിലി പേപ്പറൊന്നും വായിക്കുന്ന ആളല്ല. എന്തോ ഒരു ഭാഗ്യത്തിന് അന്നത്തെ ദിവസം ആ പേപ്പറൊന്നും എടുത്ത് മറിച്ചു നോക്കി. ഇടയ്ക്ക് നമുക്ക് സമയം കിട്ടുമ്പോഴാണല്ലോ ഒന്ന് മറിച്ചു നോക്കുള്ളൂ. അല്ലാതെ സ്ഥിരം ഞാൻ പേപ്പർ വായിക്കാറില്ല. പേപ്പർ വായിക്കുന്ന നല്ല ശീലമാണ്. പക്ഷെ എനിക്ക് പണ്ടുണ്ടായിരുന്നു അത്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ എന്നും വല്യമ്മയുടെ അവിടെ പേപ്പർ ഇടണേ, അവിടെ പോയി പേപ്പർ വായിക്കാറുള്ള ഞാനാണ്. ഇവിടെ പേപ്പറിന്റെ ഏജന്റിനെ കല്യാണം കഴിച്ചിട്ട് പേപ്പർ വായന നിന്നു എൻ്റെ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഒരു ദേശാഭിമാനി പത്രം എടുത്ത് മറിച്ചു നോക്കിയോണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കിട്ടണത് ഏതൊരു പത്രമാണെങ്കിലും ഞാൻ എൻ്റെ മുമ്പിൽ കാണുമ്പോൾ ഒന്ന് മറിച്ചു നോക്കും, അത്രയ്ക്കേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എനിക്ക് നോ പ്രോബ്ലം. എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ കൂടെ കൂടിയാൽ മതി, അല്ലാതെ ഒരു പാർട്ടിയിൽ മാത്രം വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ കൂടിയാൽ മതി ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരു പാർട്ടിയിൽ മാത്രമായിട്ടോ ഒരു മതത്തിൽ മാത്രമായിട്ടോ അല്ല എൻ്റെ വിശ്വാസങ്ങൾ. എല്ലാവരും ഒന്നിച്ചു പോകണം, അതാണ് എൻ്റെ ആഗ്രഹങ്ങളും സന്തോഷവും. അപ്പൊ നമ്മുടെ പാക്കിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. നമ്മുടെ പാക്കിംഗ് തീർന്നു. അപ്പൊ ഇത് ഇന്ന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇത് കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കണം.
വിഷുവിന് മുമ്പ് ആ കുട്ടിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോ ഞാൻ വീഡിയോ എടുക്കുമോന്ന് അറിയില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ഇത് നിർത്തുകയാണ്. ഇനി വോട്ട് ചെയ്യുമ്പോഴോ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രമ്യച്ച് വന്നിട്ടോ കാണാം. അപ്പൊ നമ്മുടെ ആധാർ കാർഡ് വോട്ടിന്റെ സംഭവങ്ങളെല്ലാം എടുത്തു. നമുക്ക് പാക്ക് ചെയ്ത് വെച്ചേക്കണത് കൊറിയർ ചെയ്യാനുള്ളത് കൊടുത്തു. ഇനി നമുക്ക് പോവാൻ. പ്രശാന്തേട്ടൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വോട്ട് ചെയ്തിട്ട് വരാം. എന്റെ ആധാർ കാർഡ് നോക്കൂ. ഞാനാണെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് അവർക്ക് മനസ്സിലാവുന്ന അറിയില്ല. പ്രശാന്തേട്ടൻ വന്നു. പ്രശാന്തേട്ടൻ എത്തിപ്പോയി. നമുക്ക് പോയി വോട്ട് ചെയ്യാം. വോട്ട് ചെയ്തിട്ട് വരാം. പോവാന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറിയതും പ്രശാന്തേട്ടൻ ഒരു അർജന്റ് കോള് വന്നു. ഇനിയിപ്പോ ഈ കോള് കഴിയണ വരെ വെയിറ്റിംഗ്. അങ്ങനെ ആ കോള് കഴിഞ്ഞ് ഞങ്ങൾ ഇത്തിരി മുമ്പോട്ട് പോയി. പ്രശാന്തേട്ടൻ വീണ്ടും ഒരു കോള് വന്നു. അപ്പൊ ഞങ്ങൾ വീണ്ടും വെയിറ്റിംഗ്. ഇനി നമുക്ക് പോവാം, വോട്ട് ചെയ്തിട്ട് വരാം. വഴിനീളെ എല്ലാ പാർട്ടികളുടെയും ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടെയാണ് നമ്മുടെ വോട്ട്. വില്ലേജ് ഓഫീസിൽ ആ വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്നുണ്ടായത് നമ്മുടെ ഉഷേച്ചും ചേട്ടനാണ് കേട്ടാ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണതിന്റെ ഇടയിൽ ആളെ ശ്രദ്ധിച്ചില്ല. അപ്പൊ ബാക്കിൽ കൂടെ വന്ന് ഉഷേച്ച് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പൊ ഞാൻ അമ്മേ എന്ന് പറഞ്ഞതാണ് കേട്ടാ. ഞങ്ങളുടെ വോട്ടിങ് കഴിഞ്ഞു ചേട്ടാ. ഇവിടെ ചിയേഴ്സ്. നമ്മുടെ വോട്ടിങ് കഴിഞ്ഞിട്ടുണ്ടാക്കണം. കമോൺ വാ, വില്ലേജ് ഓഫീസിൽ പോകണം. വില്ലേജ് ഓഫീസിലല്ല, പോസ്റ്റ് ഓഫീസിൽ പോകണം. കരിക്കൊക്കെ ഉണ്ടാ. അയ്യോ, പോസ്റ്റ് ഓഫീസ് അടച്ചേക്കുക. പോസ്റ്റ് ഓഫീസ് അടച്ചേക്കാണല്ലോ. പോസ്റ്റ് ഓഫീസ് അടച്ചേക്കുക. പിന്നെ അയക്കാൻ പറ്റില്ല. അതെന്താ ഇലക്ഷൻ ആയതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് അടയ്ക്കുമോ? ഞാൻ അടക്കില്ല എന്ന് വിചാരിച്ചു. കരിക്ക് കുടിക്കാൻ പോവാട്ടോ ഞങ്ങള്. വണ്ടി എടുത്തിട്ട് വാ. നമ്മുടെ ദാസേട്ടൻ്റെ അവിടുത്തെ കരിക്ക്. അടിപൊളി കരിക്ക്. ഈ ഹൈവേ കൂടെ ആര് പോകുന്നുണ്ടെങ്കിൽ നെല്ലായിൽ ഇറങ്ങാ, കരിക്ക് കുടിക്കാം. ദാസൻ ചേട്ടന്റെ കരിക്ക് കട. പോരെ പോരെ നമ്മുടെ ദാസൻ ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോഴത്തേക്ക് നമ്മുടെ ഗടികൾ എത്തിയിട്ടാ. ഇവിടെ നിന്ന് പോരെ. ഞാൻ കറക്റ്റ് നിങ്ങളെല്ലാരും ഒരുമിച്ചാണെന്ന്. അപ്പൊ നമ്മുടെ രമ്യ ചേച്ചി, അജിത ചേച്ചി, ശ്രേയ എല്ലാവരും എത്തിയിട്ടുണ്ട്. അജിത ചേച്ചിനെ കിട്ടിയ. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഡാൻസ് വീഡിയോ ഇസ് കമ്മിങ്. വീഡിയോഗ്രാഫേഴ്സ് ആണ് കേട്ടോ ഇവര്. വീഡിയോഗ്രാഫേഴ്സ് എല്ലാം ഇവരുടെ കയ്യിലാണ്. ഞങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ എടുക്കണ ആൾക്കാരുടെ കാരണം എന്താവും അറിയില്ല. നമുക്ക് നോക്കാം. നമ്മുടെ ശ്രേയ ഡാൻസ് വീഡിയോ അയച്ചെന്നുണ്ടായിട്ട് ഇന്നലെ തന്നെ. പക്ഷെ എനിക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല. ഓർണമെന്റ്സിന്റെ വീഡിയോ എഡിറ്റ് ചെയ്യലും അപ്ലോഡ് ചെയ്യലൊക്കെ ആയിരുന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് നോക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കളിക്കാൻ പോവാണ് കേട്ടാ. നിങ്ങൾ കണ്ടോ ഞങ്ങളുടെ ബിഹൈൻഡ് ദ സീൻ.
സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റത്തെ ഷോട്ട് തന്നെ കറക്റ്റായി. പിന്നെ ചെയ്തത് മൊത്തമാണ് കൊളായത്. പക്ഷെ ലാസ്റ്റ് ഞങ്ങൾക്ക് ആ വീടിന്റെ ഫ്രണ്ടിലോട്ട് വന്നത് കിട്ടിയപ്പോൾ പിന്നെ അതാണ് കേട്ടോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തത്. പാവാട തട്ടിയിട്ട് നടക്കാൻ പറ്റില്ലേ? ഇത് ഫുൾ റോളിംഗ് അല്ലേ? ഇത് പക്ഷെ കറക്റ്റ് വന്നത്. നിന്റെ സ്പീക്കറോ? സ്പീക്കർ ഈ അടുക്കളയുടെ അവിടെ ഇരിപ്പുണ്ട്. മറ്റേ സാധനമാണോ? ബ്ലൂടൂത്ത് സ്പീക്കറാണ്. കുഴപ്പമില്ല. അജിതേച്ചിര മാമ്പഴം എടുക്കാൻ വന്ന കാക്കേനെ ശ്രേയ കുടിക്കണിട്ട് അവളുടെ ഓട്ടം കണ്ട എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് മോളെ. ഇവള് ആ വീഡിയോ വെച്ച് അങ്ങോട്ട് പോയി ചേച്ചി ഇങ്ങോട്ട് വന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാട്ടിക്ക് കേട്ടാ ഒരു ബൈറ്റ് അങ്ങനെ വേണേ. ചേച്ചി ഇച്ചിരി നേരം അങ്ങോട്ട് കുറച്ചു നേരം സൈറ്റിക്ക് പോയിട്ടുണ്ടെന്നാണ് പറയണേ. കുറച്ചു നേരം സൈറ്റിക്ക് പോയിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ കണ്ടില്ല പോണത്. പോയടി നീ കണ്ട? ഞാൻ പാട്ടിടണ്ടേ? അതിലാണ് എന്തായി വന്ന് പോയാ ഇറങ്ങി.
അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞങ്ങൾ 2 പ്രാവശ്യം ശരിയായിട്ട് കളിച്ചു. ഇനി ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് സെറ്റാക്കാന്നും പറഞ്ഞ് പരിപാടി നിർത്തി പോന്നു കേട്ടോ ഞങ്ങൾ. ഇനി ഞങ്ങളെ അതൊക്കെ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കാണ് എല്ലാം ഓക്കെ അല്ലേന്ന്. എന്താ വെച്ചാൽ സാരിയൊക്കെ ഊരിയിട്ടാ ഇനി വീണ്ടും എടുക്കണം തോന്നിയാൽ പറ്റില്ലല്ലോ. എന്തായാലും നമ്മുടെ പാട്ട് ഓപ്പറേറ്റർ അജിത ചേച്ചിക്കും ക്യാമറാമാനോനായിട്ടുള്ള രമ്യ ചേച്ചിക്കും സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ എൻ്റെ കോ ആക്ട്രസ് ആയിട്ടുള്ള ഇസ്രായേക്കും. അങ്ങനെ ക്യാമറമാൻ രമ്യ പിന്നെ പാട്ട് ഓപ്പറേറ്റർ അത് മറ്റതും കൂടി അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. രമ്യ ചേച്ചി ചപ്പാത്തി ഉണ്ടാക്കാണ്. കഷ്ടപ്പെട്ട് പരത്തി ചുട്ട് വാങ്ങിച്ച ചപ്പാത്തി ആട്ടാ. ഞങ്ങളുടെ ഓർണമെന്റ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പാട്ട് ഓപ്പറേറ്റർ ആണ് കേട്ടോ അജിത ചേച്ചി. പാട്ട് ഓപ്പറേറ്റർ അജിത ചേച്ചി. ഞങ്ങൾ രണ്ടുപേരാണ് അതില് സ്റ്റെപ്പ് വെച്ചിരിക്കുന്നത്. കൊറിയോഗ്രാഫർ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു. അതുണ്ട് ഇതിന്റെ ഇടയിലുണ്ട്. പിന്നെ ക്യാമറാമാനൊക്കെയാണ്. ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോവാണ്. ആദ്യത്തെ തവണ രമ്യേച്ചി രമേശേണ്ണ വന്ന് നമ്മുടെ തറവാട്ടിന്ന് ഭക്ഷണം കഴിച്ചപ്പോഴത്തെ എക്സ്പീരിയൻസ് ആട്ടാ രമ്യേച്ചി പറയണേ. ആദ്യമൊക്കെ ഒന്നുമില്ല, നമുക്കൊന്നും അറിയില്ലല്ല. അത് കഴിഞ്ഞപ്പോഴേ പ്രശാന്തിന്റെ അമ്മ ഒരു ബീഫ് കറിയായിട്ട് വന്നപ്പോ രമേശ് സമാധാനായി. സെറ്റ് ചേച്ചിയും ഉണ്ട്, അമ്മും സത്യനൊക്കെ ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് സൈറ്റ് കാണാൻ വന്നതാ. അപ്പൊ ഇവര് തന്ന ഫുഡ് അങ്ങനെയാ. ചോറും സദ്യയുടെ ഇടയില് നോൺ എന്തെങ്കിലും ഐറ്റം കൂടി പറയും, സ്പെഷ്യല് പറയും. അങ്ങനെയാ. ചിക്കൻ ഫ്രൈ. എന്താ ഇഷ്ടല്ലേ എനിക്ക്? ഇത് നമശിവിന്, ഇത് ജാനുവിന്, ഇത് ഹരിന്. അജിതൊക്കെ കിട്ടിയതല്ല മറ്റേ ശ്രീബിയുടെ എല്ലാം സുധീഷ് ആണെങ്കിലല്ലേ ആ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ആ കുറ്റമ്പറയൊക്കെ ഇട്ടുന്നുണ്ടെന്നുള്ളൂ. എന്റെ ബ്ലാക്ക് ഇതിനാ ആ ഭാഗം കട്ട് ചെയ്താ മതി. BMCക്ക് വേണ്ടി സെപ്പറേറ്റ് കൊണ്ടുപോകുന്നു. ബണ്ണും കറി അത് രാത്രി ഞങ്ങള് മക്കാബണ്ണുണ്ടാക്കും. ചേട്ടൻ ബണ്ണും എന്തെങ്കിലും നിർത്തിക്കോട്ടെ. എനിക്ക് 2 ശ്രേയക്ക് 2. ഫ്രൈ പിന്നെ കഴിക്കണേ പോരെ? ചപ്പാത്തി പ്രശാന്ത് ഫ്രൈഡ് റൈസ് കഴിച്ചോളൂല്ലേ? ഇനിയിപ്പോ തന്നെ അവിടെ ഉണ്ടാവും. പ്രശാന്ത് ഇപ്പൊ എപ്പോഴാ വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. രാവിലെ തുടങ്ങി അവിടെ തന്നെയാ. അവിടെ അവര് ഫുഡ് അച്ഛൻ പറയും കേട്ടാ, ഇതൊക്കെ മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട് സാർ. അതെ, സെൻസർ ബോർഡ് ചെക്ക് ചെയ്തിട്ട് സാധാരണ വെള്ളം വേണോ? സ്പൂണാണ് അച്ചാറച്ചിട്ടുകൊണ്ടാണ്. ചപ്പാത്തി അച്ചാർ. ഞാൻ ചപ്പാത്തി ഒരിടയ്ക്ക് എന്റെ ഡെയിലി ഇങ്ങനെയായിരുന്നു ഫുഡ്. ചപ്പാത്തി അച്ചാർ തൈര്. എന്റെ ഒരു ലൈഫ് സേവർ ആയിട്ട് എനിക്ക് രാവിലെ ഒരു ബീഫ് അച്ചാർ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഞാൻ 2 കുട്ടി കൊണ്ടുവന്നു. അതുകൊണ്ട് ഞാൻ
നീ കഴിക്കാറില്ല. ഞങ്ങള് കഴിക്കില്ല, എന്നാലും പിന്നെന്താ? ചേച്ചിയൊന്നും കഴിക്കണല്ലോ. ഇതിലും ഒന്നും കൊടുത്തിട്ടില്ല. പകുതി എടുത്തുണ്ടാവും നോക്കിട്ടോ. മരം തുറക്കണം ചെത്തി വെക്കും. അതെ, വെയിലത്തിക്കണ അവിടെ പിന്നെ വെയിലില്ല. ചെറിയ 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 പ്ലം അതൊക്കെ ഇങ്ങനെ പിഴുതെടുക്കുന്നതിന് പൊട്ടിക്കുന്നു. ആപ്പിൾ ചെറി അത്. പിന്നെ ഉള്ളത് ബ്ലാക്ക് കളറിൽ ഇരിക്കണ്ടായില്ലേ, അത് ഇത് മൾബറി. എന്തോരം പറഞ്ഞാലും തീരാത്ത ഒരുപാട് വർത്താനങ്ങൾ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡൽഹി പോയിട്ട് 1 വർഷം തികഞ്ഞു. അതിൻ്റെ റിയൂണിയനാണ് കേട്ടോ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഞങ്ങൾ 4 പേരുള്ളൂ വെച്ചാലും ഞങ്ങൾ 4 പേര് മതി. ഈ വീട് മറച്ചു വെക്കാൻ ഞങ്ങൾ 4 പേര് മതി. ഞങ്ങൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് സത്യം പറഞ്ഞാൽ വിശേഷങ്ങൾ പറഞ്ഞ് തീർന്നില്ല. ഒരു ദിവസം കൊണ്ടൊന്നും തീരുന്നതല്ല. ഞങ്ങൾ എപ്പോഴും കാണുന്ന ആൾക്കാരല്ലല്ലോ. ഇവർ 3 പേരും എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. ഇവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യണേ എറണാകുളത്ത്. ഞാൻ കാണുന്നത് നമ്മൾ ഓൺലൈനിലുള്ള ബന്ധമാണ്. പിന്നെ ഇങ്ങനെ കൊല്ലത്തിലൊരിക്കലൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ കാണുള്ളൂ. അപ്പം എന്തെല്ലാം വിശേഷങ്ങളാണ് പറയാനുണ്ടാവുക. ഇപ്പം ഞങ്ങൾ 4 പേരും 4 പേരുടേതായ ജീവിതത്തിൽ നല്ല ബിസിയാണ്. അപ്പം ഇങ്ങനെ കിട്ടുന്ന ചില നിമിഷങ്ങളിലാണ് നമ്മുടെ കഥകളെല്ലാം അങ്ങോട്ട് പങ്കുവയ്ക്കാൻ പറ്റണത് അല്ലേ. അപ്പം നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി നന്നായിട്ട് സംസാരിച്ച് നന്നായി ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. സമാധാനം ഷോർട്സും ഒക്കെ ഇവിടെ എഡിറ്റ് ചെയ്തോളൂ. ഡാൻസ് പിന്നെ ഇപ്പൊ മറ്റേ റെഡി ആവാണ്ടു. പിന്നെ എന്തിട്ടുള്ള വ്ളോഗ് എടുത്തണ്ട നീ? അപ്പൊ ഇത് 2 മതിയാ? ഇത് നമ്മള് ഡൽഹി സിമ്പിൾ ചെറുതല്ലേ. ഞാനിങ്ങനെ നോക്കിട്ട് പോകുന്നു. നീ ഉണ്ടായിരുന്നു നീ വലിയ വള പോലത്തെ എന്തോ സംഭവം എടുത്തില്ല. ഞാൻ ഒന്നും എടുത്തില്ല. നല്ലതാണല്ലോ ഇത് നല്ലതാ. ഇവളൊരു വലിയ വള, ഇവള് വലിയൊരു വള പോലത്തെ സാധനം തിരിച്ചിട്ട് പറഞ്ഞേ ഇത് മറ്റേ വെസ്റ്റേൺ കോസ്റ്റ്യൂമിന്റെ കൂടെ നന്നായി പോകുന്നത് പറഞ്ഞു. എവിടെയാണോ? ചാന്ദിനി ചോക്കിലും ഇവിടെയും മാത്രം പോയാൽ മതി. 2 സ്ഥലം മാത്രം. വേറെ താജ്മഹൽ നമുക്ക് കണ്ടു. ഫോട്ടോ കണ്ടതായിരുന്നു. പക്ഷെ അതൊരു പിന്നെ തുടക്കക്കാരുണ്ട് കേട്ടോ. തുടക്കത്തിലേ തൊട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ചാലക്കുടിയില് ഞങ്ങളുടെ പരമുവാന എടഞ്ഞു അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞിടി പരമു എടഞ്ഞു എന്ന് പറയുന്നത് കണ്ടിട്ട് എന്തിന്റെ ഡീറ്റെയിൽസ് അത് ചേട്ടൻ അറിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തപ്പോ പണ്ടേ തൊട്ടെന്നെ ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിയാ. ആ കുട്ടി പരമൂന്ന് നമ്മളെപ്പോഴും പറഞ്ഞറിയാലോ. അപ്പൊ വയലൂർ പരമേശ്വരൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പരമു ഇവിടെ എടഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞിട്ട് വീഡിയോ അടക്കം അയച്ചു തന്നിട്ടുണ്ട്. ഓഫീസിൽ നിന്ന് ഈ ഒരു ക്യാമറ ഉള്ളൂ. നിനക്കറിയുള്ളൂ, എനിക്കതൊന്നും അറിയില്ല. പറയും ഗെറ്റ് റെഡി വിത്ത് us for മാങ്ങ പറിക്കാൻ. അതിനുള്ള മേക്കപ്പ് ആട്ടാ. ലിപ്സ്റ്റിക്ക്, സൺസ്ക്രീൻ ഇടാൻ വേണ്ടിയിട്ടാണ് രമ്യക്ക് വന്നേ. പക്ഷെ അതേ സൂക്ഷിച്ചു നോക്കൂ, എല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ട് മാങ്ങ പറിക്കാൻ പോണതാ. മാങ്ങയല്ല നാരങ്ങ. നാരങ്ങ. ഇപ്പൊ പോവാ. അവര് കറങ്ങി കണ്ടുവരട്ടെ. ഈ വാതിൽ ചാരോ ചേച്ചി? എന്റെ മീന കണ്ട? കണ്ട്. ഇതിലും കൂടുതൽ ഞങ്ങളുടെ ഓഫീസിലുണ്ട്. ഓ, ഞങ്ങള് വലിയ ആൾക്കാർ.
എന്തുവാ പെറ്റ് പേര് ഓഫീസില് നമ്മുടെ മീനൊന്നും ഒന്നല്ല. മുമ്പ് വരെ അവിടെ മീനില്ലാണ്ട് രണ്ടെണ്ണത്തിനെ കൊണ്ടുവിട്ടപ്പോ എന്നെ വിളിച്ച് സംശയം ചോദ്യമായിരുന്നു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോ നമ്മുടെ അവിടെ ഇഷ്ടം പോലെയാണ്. ഇതാണ് കേട്ടോ R2E2. പണ്ട് പറഞ്ഞതൊക്കെ ഞാൻ മാച്ചു. ഈ മാങ്ങയാണ് R2E2. മറ്റേത് വേറെ ഏതോ മാങ്ങയാ. ഇത്ര ആള് പേര് തെറ്റി അതിനെ വിളിച്ചോണ്ടിരുന്നത്. ആ നാരങ്ങ പൊട്ടിച്ചോ. അജിതേച്ചിയാണല്ലോ അല്ലെ എക്സ്പേർട്ട്. അവിടെ ഇതുണ്ടാവും കേട്ടാ മിറാക്കിൾ ഫ്രൂട്ട്. അത് കഴിച്ചിട്ട് ഏത് കഴിച്ചാലും മധുരം ഉണ്ടാവും. ഞങ്ങളുടെ ഓഫീസിലുണ്ട് മിറാക്കിൾ ഫ്രൂട്ട്. ഓ നിങ്ങളുടെ ഓഫീസിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടാ? അയ്യോ അത് പോയാ. ആ അത് അങ്ങോട്ട് നോക്കി പൊട്ടിക്കണം. നല്ല ചോന്നതായിരുന്നു അല്ലേ മറ്റേത്? ആ അവിടെ നിക്കണ നല്ല ചോന്ന. ഇത് അങ്ങനെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനില്ല കേട്ടോ ഇതിന്. പക്ഷെ കാണാൻ നല്ല കാണുമ്പോ ഭയങ്കര രസാ. പക്ഷെ ഇങ്ങനെ നിക്കുന്നതും ഒരു ഭംഗിയല്ല. ചെറിയ ചെറിയ ഇലകളും നിറച്ച് റെഡ് കായും നല്ല രസമുണ്ടാവും. ഗ്രീനും റെഡും കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ. ഇവിടെ യെല്ലോ ആൻഡ് ഗ്രീൻ. കുളമ്പ് മാങ്ങാണ്ട. കുളമ്പാണ് ചേച്ചത്. അവിടെ നിന്ന് നമ്മൾ ആ ഡോറ് തുറക്കുമ്പോ ഇല്ലേ നേരെ ഇതാ കാണുന്നത്. ആ ഡോറുമേ കൂടി നോക്കുമ്പോഴേക്കും ഇവിടേക്ക് ഒരു മീൻ നടക്കണ പഴുത്തതായിരിക്കോ? പഴുത്ത് വീണതാ കുളമ്പ്. ആയി മണുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ കുളമ്പ് പഴുത്ത് വീണു കേട്ടോ. എന്ത് പറ്റി? കിളികൾ കുത്തിയില്ല. സാധാരണ അങ്ങനെയല്ലല്ലോ സംഭവിക്കാറ്. പക്ഷെ ഇതില് പുഴുണ്ട് ചേച്ചി. പേരക്കയില് പുഴുണ്ട്. അറിയില്ലേ പേരക്കയില് പുഴു വരുന്നത്? ഇതില് പുഴുണ്ട്. കിളികള് കൊത്തിയിട്ടാണോ? എന്റെ ഫേവറേറ്റ് ഡിവി എന്ത് രസാ നോക്ക്. ഈ ഡിവിയുടെ അടുത്ത അടിയിൽ നിന്ന് എന്ത് രസാ നോക്കി. ഒരു ഫോട്ടോ എടുക്കായിരുന്നു കേട്ടാ. ചുമ്മാ അതിലേ പോന്നപ്പോഴേ നല്ല രസം. അപ്പൊ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു കേട്ടോ അവിടെ നിന്ന്. അതെന്താ അങ്ങോട്ട് അതെല്ലാം നിനക്ക് എത്തുള്ളൂ. എന്റെ തല. നമ്മള് വെച്ച ഫ്രൂട്ട് പ്ലാന്റില് ഏറ്റവും കൂടുതൽ നാരങ്ങയാണ് നമുക്ക് കിട്ടിയത്. എപ്പോഴും എന്ന് വരുമ്പോഴും നാരങ്ങ എവിടെ ഉള്ളത്? വെറുതെ ഷോക്കയിലിട്ട് തന്നിട്ട് മുള്ളുണ്ട് കേട്ടാ തലേ കൊള്ളു. അവിടെ വെച്ചോടാണ്ട് നീ ചുമന്നണ്ടൊക്കെ അഴിച്ചിട്ട്. അത് രമ്യേച്ചി താഴെ പൊട്ടിച്ചതുകൊണ്ട് നമ്മള് പറഞ്ഞത് മോശമായി പോയി. മോളത്തെ പൊട്ടിച്ചോട്ടെ. പൊട്ടിച്ചോ. ചേച്ചി പറഞ്ഞില്ലേ അതെന്താ അങ്ങനെ ഒരു ടോക്ക്? താഴത്തെ ആവുമ്പോ നിനക്ക് എത്തുല്ലോന്ന്. മോളത്ത് പൊട്ടിച്ചോ. പൊട്ടിച്ചോ. കൊഴപ്പില്ല പൊട്ടിച്ചോ. പുതിയ അതൊന്നല്ല. അങ്ങനെയൊന്നല്ലടാ. അതാ ഇല്ല കിട്ടില്ല. ശരിയാ. ഞങ്ങളതുകൊണ്ട് മോളിത്ത് മാത്രം പൊട്ടിക്കാണ്ട് നിർത്തിയതാ. എത്തില്ലേ? അത് നല്ല പഴുത്തതാ. അതെ ഇങ്ങനെ പഴുത്ത് വീഴന്താ നല്ലത്. ആപ്പിൾ ചെറി പറിക്കുന്നത് പ്രശസ്ത വ്ളോഗർ ശ്രേയ. ഇപ്പുറത്തും പ്രശസ്തിയാവാൻ പോകുന്ന അജിത. എല്ലാം വരും. എല്ലാം വരും. ഇതേതാന്നറിയോ? പ്രിയൂര്. അമ്പഴങ്ങി ഉണ്ടാവും മോളിലായിരിക്കും. അത് മാങ്ങ. അമ്പഴങ്ങ അത് എന്നിട്ട് ബനാന മാംഗോ നീട്ടത്തിലുള്ളത്. ടേസ്റ്റ് ഇത്തിരി പഴുപ്പ്. നമ്മള് പൊട്ടിച്ചു വെച്ച് പഴുക്കുമ്പോ പുളിയാ. നന്നായി പഴുത്ത് കഴിഞ്ഞാൽ മധുരണ്ട്. ജ്യൂസ് അടിക്കാനാ സൂപ്പർ. പൂ പോലെ ഇരിക്കുന്ന സാധനല്ലേ? അല്ലതേ ഇത് തന്നെ. എന്നിട്ട് ചുമന്ന കളറാവുന്നത് നമ്മളന്ന് ഡാർക്ക് മുന്തിരി കളർ പോലെ അതന്നെ. ശരി ചേച്ചിയുള്ളപ്പോഴാണ് ഇതത് പറഞ്ഞു ഡാർക്ക് കളറാവും. ഡാർക്ക് ആവും. അപ്പം പിടിക്കില്ല എന്നാ വിചാരിച്ച ചേച്ചി. അത് ആദ്യമായിട്ടുണ്ടായതാ. നമുക്ക് സെക്കൻഡ് വളപ്പിലേക്ക് പോവാം. പറമ്പ് നമ്പർ 2.
ഇത് കട്ട് ചെയ്ത് കളയണം. വൈറ്റ് ചാമ്പ ഇതിനെ ഒരു ഇതിന്റെ സ്മെല്ലാട്ടോ. എന്നിട്ട് പറയാ എസെൻസ് ഇല്ലേ, ഓരോ ഫുഡിൽ യൂസ് ചെയ്യണ എസെൻസ് ഇല്ലേ, അതിന്റെ ഒരു സ്മെല്ലാ ഭയങ്കര. ഫ്ലേങ്ങയും കുറച്ച് നാരങ്ങയും കിട്ടിയിട്ടുണ്ട്. നാരങ്ങ അവിടെ വെച്ചു കവറില്. ഇതിലൂടെ ഉണ്ടോ? അങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങളുടെ ഡൽഹി ടീം. കൊറേ കവറുകളൊക്കെ കൊണ്ട് പോവാണ്. അവള് കൊണന്ന കവർ തന്നെയാ കൊണ്ടുപോണേ കേട്ടാ. പക്ഷെ അവള് മാറാനുള്ളതൊക്കെ മാറിയായിരുന്നു. അങ്ങനെ ഡൽഹി ടീം യാത്രയാവാണ്. രാജേഷ് ചേട്ടൻ കൊണ്ടാക്കാൻ പോവാണ്. വീഡിയോ പിടിക്കുക. അത് കിട്ടിയില്ല. യാത്രയായി. അപ്പൊ ടാറ്റ ബൈ സീ യു. രമേശ് ഇതിന്റെ ഇടയിൽ ഏതോ ഒരു സൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ വേറെ കാര്യങ്ങളായിട്ട് ഇരുന്നപ്പോ രമേശ് തന്നെ പോയിട്ട് വന്നു. ഓക്കെ ഓക്കെ ശ്രേയ എല്ലാവരും വിശ്വസിച്ചു. ഓക്കെ സൈറ്റിൽ പോകുന്ന ക്ലിപ്പ് ഏഡ് ചെയ്യാൻ തരണം കേട്ടാ. Welcome to your XEV9e. This is one of the most advanced, powerful and safest SUVs. അങ്ങനെ അവര് പോയിട്ടാ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ. വേറെ ടാറ്റ ബൈ സീ യു.